അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബിസ്ക്കറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡയറ്റിൽ വന്നതിന് ശേഷം വല്ലപ്പോഴൊക്കെ ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഡയറ്റിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് തയ്യാറാക്കി നോക്കാം കേട്ടോ. പാക്കറ്റായിട്ടിട്ട് കീറ്റോ ഫ്രണ്ട്ലി എന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് ബിസ്ക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ കാണാം. പലപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിശോധിക്കുമ്പം ഓട്സോ അല്ലെങ്കിൽ വീറ്റ് ഗ്ലൂട്ടനോ ഒന്നുമില്ലെങ്കിൽ സ്വീറ്റ്നർ ഉണ്ടാകും. നമ്മൾ അത്തരം പാക്കറ്റുകളൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എന്തായാലും നമുക്ക് സേഫായിട്ടുള്ളൊരു ബിസ്ക്കറ്റ് തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ അൽമറായുടെ ക്രീം ചീസിൻ്റെ ചതുരത്തിൽ വരുന്നൊരു പീസാണ്. 108 ഗ്രാമിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മുട്ടയും പിന്നെ ബേക്കിംഗ് സോഡയും ഉപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്കൊരു മാവ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിത് ചീസ് ഉരുക്കിയെടുക്കാനുള്ള ഒരു ഫ്രൈയിങ് പാനിലേക്ക് ചീസ് അളന്നിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം 2 കപ്പ് ഞാനിവിടെ അളന്നെടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ആൽമണ്ട് ഫ്ലോർ വാങ്ങിച്ചത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. എന്നാൽ കുറഞ്ഞ വിലക്ക് സേഫായിട്ടും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഇങ്ങനെ വീട്ടിലൊരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു ചോപ്പറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു 353 ഗ്രാം ബദാം ഞാനിവിടെ പൊടിച്ചെടുത്തു. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചീസും ക്രീം ചീസും ഉണ്ടല്ലോ, അതൊന്ന് ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കിക്കൊണ്ട് ഉരുക്കിയെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത്, എന്നാൽ പിന്നെ അടിയിൽ പിടിക്കാണ്ട് കിട്ടും. ഇരുമ്പിൻ്റെ പാനാകുമ്പോൾ പലപ്പോഴും ചീസ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഒരു 3.5 മിനിറ്റ് ആകുമ്പോഴേക്ക് ചീസ് ഉരുക്കി കിട്ടും. അപ്പോൾ തീ ഓഫാക്കിയിട്ട് ഓരോ മുട്ട വീതം ചേർത്ത് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു മുട്ട ചേർത്തിട്ട് ഒരു 25-30 സെക്കൻഡ് ആയപ്പോഴേക്ക് യോജിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പാനിൻ്റെയും ചീസിൻ്റെയും ഒക്കെ ഒരു ചൂടിൽ മുട്ട വേവാകാതെ തന്നെ ആ ചീസുമായിട്ട് നന്നായിട്ട് ഉരുകി യോജിച്ച് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ബദാം പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ചേർക്കാതെ 2-3 പ്രാവശ്യമായിട്ട് ബദാം പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത് കേട്ടോ. അതാണ് നമുക്കൊരു ഇതേ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു എളുപ്പം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബിസ്ക്കറ്റിലേക്കൊരു നട്ടി അല്ലെങ്കിൽ ബട്ടർ നട്ടി ബിസ്ക്കറ്റായിട്ടാണ് ടേസ്റ്റ് കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഫ്ലേവറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാനിത് കുറച്ച് ചട്ടുകം കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് ആറിയപ്പം പിന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നല്ല വാനില ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ ചിലപ്പം ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഗരം മസാല ഫ്ലേവർ കിട്ടും, അങ്ങനെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്ത ഈ മാവിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ എല്ലാം ഒരേ കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് തുല്യ അളവിലുള്ള 4 കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി റോളർ കൊണ്ട് പരത്തി കൊടുക്കാം. ഒരു ബട്ടർ പേപ്പറിൽ തന്നെ പരത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ എളുപ്പം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള റോളറിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള കട്ടിക്കനുസരിച്ച് പരത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ കൈപ്പത്തിരിയുടെ അത്ര തന്നെ കട്ടി വേണമെന്നില്ല, എന്നാലൊരു 2-3 നൈസ് പത്തിരി അട്ടിക്ക് വെച്ച ആ ഒരു കട്ടിയിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനെടുത്ത 4 ബോൾസും ഇതേപോലെ പരത്തി കഴിഞ്ഞു. ഇനി ഞാനൊരു കുക്കി കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം.
ഇനി മുഴുവനായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി വേസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് ഇങ്ങ് എടുത്ത് മാറ്റാം. അങ്ങനെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതേപോലെ കിട്ടിയ പീസസ് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്നുകൂടി പരത്തിയിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ബിസ്ക്കറ്റിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫോർക്ക് കൊണ്ട് വേണമെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫോർക്കിൻ്റെ ഒരു ഷേപ്പ് കൊണ്ടുവരാം. ചൂടാറിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു ഉരുളയാക്കി എടുക്കാനും പരത്താനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാനെടുത്ത മുഴുവനും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. എൻ്റെ ഓവനിൽ 250 ഡിഗ്രിയിലാണ് ഞാൻ ആദ്യം ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും ഓവൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് വെന്ത് വരാനുള്ള സമയത്തിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിലൊക്കെ ഇത് ഒരു 6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണമൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നോക്കിയിട്ട് പിന്നീട് കൂടുതൽ സമയം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം ഒരു 20 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. മിനിറ്റ് കഴിഞ്ഞപ്പം ആയിട്ടില്ല. അപ്പം ഞാനൊരു 10 മിനിറ്റും കൂടെ കൂടുതൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു നിറത്തിൽ ഗോൾഡൻ നിറമായി കിട്ടിയത്. ഈ ഒരു നിറത്തിലുള്ള ഗോൾഡൻ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. താഴത്തെ തട്ടിലുള്ളതിനേക്കാളും നന്നായിട്ട് മുകളിലെ തട്ടിലുള്ളത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഓവനിൽ മേലെയും താഴെയും ചൂടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെച്ച് കൊടുത്തത്. പക്ഷേ മുകളിലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഒറ്റ തട്ടിൽ ഒറ്റ പ്രാവശ്യം ബേക്ക് ചെയ്തെടുക്കാവും നല്ലതെന്ന്. അപ്പോൾ ഇതാ അവിടെ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ട് പൊട്ടിച്ച് നോക്കിയപ്പം ഒന്നുകൂടി ആവണം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ ടോട്ടലി എനിക്കിതൊരു 1 മണിക്കൂറോളം വേവാനായിട്ട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ഒരു പെർഫോമൻസിൽ ചിലപ്പം ഇതിലും കുറഞ്ഞ സമയം മതിയായിരിക്കാം. നമുക്കിങ്ങനെ ഈ ഒരു കളറായിട്ടും ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ കുറച്ചൊരു സോഫ്റ്റ് തോന്നും. പക്ഷേ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഹാർഡാവും കേട്ടോ. അപ്പോൾ ഈ ഒരു നിറത്തിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ചൂടൊക്കെ പോയി കഴിഞ്ഞപ്പം ബിസ്ക്കറ്റ് ഒന്നും കൂടെ ഒക്കെ ഹാർഡായിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഒന്ന് നടുമുറിച്ച് നോക്കിയപ്പം നല്ലൊരു ശബ്ദമൊക്കെ ഉണ്ട്. സാധാരണ കാർബ് ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ അത്ര ഒരു കറുമുറായി തോന്നൂല. പക്ഷെ എന്നാലും നമുക്ക് ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബിസ്ക്കറ്റ് കഴിക്കാം. ഈ ഒരു ബിസ്ക്കറ്റിന് 9 ഗ്രാമാണ് ഭാരമുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു സുഖം കിട്ടിയത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബദാം പൊടിയും ചീസൊക്കെ വേണം. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നാം, എന്നാലും പലപ്പോഴും ഒരു 2 ബിസ്ക്കറ്റ് കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കാനൊക്കെ. നമുക്കിപ്പം ഡയറ്റ് ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ഫ്രൂട്ട്സും ബേക്കറിയൊന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അടിക്കുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബൈ.